ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കിസ്സസ് ആണ്. ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ 6 ടൈപ്പ് കിസ്സുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 5 എണ്ണം കൂടി നോക്കാൻ പോവുകയാണ്. എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. പക്ഷേ ആർക്കും ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേരുകളും ആ ഉമ്മ കൊടുക്കുന്നതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടൈപ്പ് കിസ്സാണ് ഏഞ്ചൽ കിസ് എന്ന് പറയുന്നത്. നല്ല പേരൊക്കെയാണല്ലേ, മാലാഹ കിസ്. ഇനി ഇതെങ്ങനെ കൊടുക്കുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. ഇത് പാർട്ട്നേഴ്സ് തമ്മിൽ കൊടുക്കുന്ന ഒരു കിസ്സാണ് ഈ ഒരു ഏഞ്ചൽ കിസ് എന്ന് പറയുന്നത്. കണ്ണിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ഉമ്മ കൊടുക്കുന്നത്. ഇനി ഇത് സൂചിപ്പിക്കുന്നത് കെയർ, പ്രൊട്ടക്ഷന്, ലവ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏഞ്ചൽ കിസ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കിസ്സാണ് ഹാൻഡ് കിസ്. ഇത് അത്യാവശ്യം എല്ലാവരും ഫിലിംസിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കിസ്സായിരിക്കും. അതായത് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് കിസ്സാണ് ഈ ഒരു ഹാൻഡ് കിസ് എന്ന് പറയുന്നത്. ചില വെഡ്ഡിങ് വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് കല്യാണ ചെറുക്കൻ കല്യാണ പെണ്ണിനിങ്ങനെ ഇരുന്നിട്ട് കയ്യിലുമ്മ കൊടുക്കില്ലേ, ആ സെയിം സാധനം തന്നെയാണ് ഇത് കേട്ടോ. ഹാൻഡ് കിസ് എന്നാണ് ഈ ഒരു കിസിനെ പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് കിസ് ഒരു പേരൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എസ്കിമോ കിസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തോ വലിയ സാധനമാണെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, സിമ്പിളാണേ. മൂക്കുകൾ തമ്മിൽ ഉരസി കൊടുക്കുന്ന ഒരു കിസ്സാണ് ഈ ഒരു എസ്കിമോ കിസ് എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ കളിപ്പിക്കുമ്പോൾ അമ്മമാർ കൊടുക്കുന്ന ഒരു ടൈപ്പ് കിസ്സാണ് ഈ ഒരു എസ്കിമോ കിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കളിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു ലവ് സ്ട്രെങ്ത് അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എസ്കിമോ കിസ് കൊടുക്കുന്നത്. നല്ല പേരാണല്ലേ. ഇനി നാലാമത്തെ ടൈപ്പ് കിസ്സാണ് ലിസാർഡ് കിസ്, പല്ലി കിസ്, അതല്ലെങ്കിൽ പല്ലി ഉമ്മ എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാം. ഇനി ഇതെന്താണെന്നറിയണ്ടേ, ഇതൊരു ഫ്രഞ്ച് കിസ് പോലത്തെ ഒരു കിസ്സാണ്. അതായത് 2 പേരുടെയും നാക്കുകൾ തമ്മിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കുമ്പോൾ ഒന്ന് ഒരസമാണെങ്കിൽ ആ ഒരു ടൈപ്പ് കിസ്സിനെയാണ് ലിസാർഡ് കിസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന ടൈമിൽ കപ്പിൾസിൻ്റെ നാക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരാളിങ്ങനെ നാക്ക് അകത്തേക്ക് വലിക്കും. ആ ഒരു ടൈപ്പ് കിസ്സാണ് ഈ ഒരു ലിസാർഡ് കിസ് എന്ന് മെയിനായിട്ട് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊന്നും അത്രയ്ക്ക് കോമൺ അല്ല. മെയിനായിട്ട് ഇത് മാരീഡ് കപ്പിൾസാണ് ഈ ടൈപ്പ് ഉമ്മയൊക്കെ കൊടുക്കുന്നത്. ഇനി അഞ്ചാമത്തെ കിസ്സാണ് ഹലോ കിസ്. ഇതും നല്ല രസമുള്ളൊരു ഉമ്മയാണ്. വേറെ ഒന്നുമല്ല, കുറേ നാളുകൾക്ക് ശേഷം ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുവാണ്. ഈ ടൈമിൽ സന്തോഷം കൊണ്ട് 2 പേരും ഓടി ചെന്നിട്ട് ഉമ്മ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കിസ്സിനെയാണ് ഈ ഒരു ഹലോ കിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ 5 കിസ്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ്, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉമ്മ കൊടുക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെർമിഷൻ വാങ്ങിയിട്ട് മാത്രം ഉമ്മ കൊടുക്കാൻ വേണ്ടി പോവുക. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം പോയി ഒരാൾക്ക് കയറി ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണോ അതിനെല്ലാം ഉത്തരവാദി നിങ്ങളായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഉമ്മ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെർമിഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.